നമ്മളിങ്ങനെ ചുരിദാറിൻ്റെ ലൈനിങ് ഉള്ള ചുരിദാറിന് പ്രത്യേകിച്ചും നമ്മളിങ്ങനെ ഫ്രണ്ട് ഓപ്പൺ ആക്കി കഴിയുമ്പം ഇങ്ങനെ ഒരു പീസ് നമ്മളിങ്ങനെ അടിച്ച് എടുക്കത്തില്ലേ, അടിച്ചിട്ടില്ലേ നമ്മൾ ഇങ്ങനെ തയ്ച്ചെടുക്കല്ലേ അകത്തോട്ട് ഒരു 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 ഇഞ്ചിൻ ഉള്ള ഒരു സ്ട്രിപ്പ് ഇങ്ങനെ അടിച്ചു പിടിപ്പിക്കത്തില്ലേ. അപ്പം നമ്മൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു അടുപ്പ് വരികയില്ലേ, ആ അടുപ്പ് നമുക്ക് ഇല്ലാതെയും തയ്ക്കാമല്ലോ. ഇതൊരു ഹക്കോബായുടെ മെറ്റീരിയലാണേ. അപ്പോൾ ഇല്ലാതെ തയ്ക്കാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യുന്നറിയാവോ, അങ്ങനെ അടിച്ചു പിടിപ്പിച്ചേക്കുന്ന ഈ പീസ് കണ്ടല്ലോ, ഇത് കാണിക്കാം. മടക്കിയിട്ടേക്കുന്നത് കണ്ടോ, നിങ്ങൾ നോക്കിക്കേ, ഇത് കണ്ടോ, നമ്മൾ ഇതിൽ എക്സ്ട്രാ ഞാൻ ഇതാ പിടിപ്പിച്ചേക്കുന്നത്. ഇത് നമ്മളിങ്ങനെ സാധാരണ ഇങ്ങനെ അകത്തോട്ട് മടക്കിയിട്ട് ഇത് ഈ എൻഡ് മടക്കി നമ്മളിങ്ങനെ അടിച്ചെടുക്കുകയല്ലേ. ആ അടുപ്പ് ഇതേ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ഈ നമ്മുടെ ലൈനിങ് തുണിയില്ലേ, ലൈനിങ് മെറ്റീരിയലിലേക്ക് നമുക്കിതിങ്ങനെ മടക്കി അടിക്കാം. മടക്കി നമുക്കിങ്ങനെ അടിച്ചെടുത്ത് കഴിയുമ്പം നമുക്ക് ആ പാടല്ല സ്റ്റിച്ചിങ് ഇല്ലാതെ ഇത് കണ്ടോ, ഇങ്ങനെ വൃത്തിയായിട്ട് കിട്ടും. ഞാൻ അത് അടിച്ച് കാണിക്കാവേ. എന്നിട്ട് നമ്മൾ ഇത് കണ്ടോ, നമ്മളിങ്ങനെ നിവർത്തിയിട്ട് അടിച്ചില്ലേ, നമ്മളിതിങ്ങനെ അങ്ങ് മടക്കി എടുക്കുമ്പം കണ്ടോ നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടും. ഇതിൻ്റെ ഇവിടെ കോളറിനൊക്കെ ആയതുകൊണ്ട്, ഈ ഭാഗം കോളറിനൊക്കെ ആയതുകൊണ്ട് ഇത് ഓൾറെഡി ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരുമല്ലോ. അതുകൊണ്ട് ഞാൻ ഇത്രയും ഭാഗത്ത് മാത്രം ഈ മെറ്റീരിയൽ വെച്ചത്, ബാക്കി ഈ പീസാണ് വെച്ചത്. കാരണം തുണി ഇല്ലാത്തതുകൊണ്ടാണേ നമ്മൾ വിലങ്ങനെയാണ് തയ്ച്ചേക്കുന്നത്. വെറും 2 മീറ്ററിലാണ് നമ്മൾ ഈ എ ലൈൻ തയ്ക്കുന്നത്. ഇപ്പം കണ്ടോ, ഇത് നിങ്ങൾ നോക്കിക്കേ, നല്ല വൃത്തിയായിട്ടിരിക്കുന്നുണ്ട്. ഇത് നമുക്കിനി ഒരു അടുപ്പിൻ്റെ ആവശ്യമില്ല. അപ്പം ഇങ്ങനെ കൺസീൽ ചെയ്ത് തയ്ക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണേ, നല്ല ഭംഗിയായിരിക്കും.